നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടാകും അല്ലേ, ബ്രെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വെറും 10%. പക്ഷേ ബാക്കിയുള്ള 90% നമ്മൾ യൂസ് ചെയ്താലോ? നമ്മൾ സൂപ്പർ ഹ്യൂമൻ ആകുമോ? അതോ ഐൻസ്റ്റീനേക്കാളും ഐക്യു ഉണ്ടാകുമോ? അതോ ഇതൊക്കെ വെറും കള്ളമാണോ? 10% തലച്ചോറ് എന്ന് പറയുന്നത് പഴയൊരു മിഥ്യാധാരണയാണ്. പലരും ഇത് ഐൻസ്റ്റൈൻ പറഞ്ഞതാണെന്ന് തെറ്റായി വിശ്വസിക്കുന്നുമുണ്ട്. കൂടാതെ ലൂസി, ലിമിറ്റ്ലെസ് പോലുള്ള സിനിമകൾ ഇതിനെ കൂടുതൽ ജനപ്രിയമാക്കുകയും ചെയ്തു. പക്ഷേ എന്താണ് സത്യം? നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോർ നമ്മൾ മുഴുവനായി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ മുഴുവൻ ഭാഗങ്ങളും ഒരേ സമയം പ്രവർത്തിക്കാറില്ല. ഉദാഹരണത്തിന്, നമ്മൾ നടക്കുമ്പോൾ ബ്രെയിനിൻ്റെ ഒരു ഭാഗം സജീവമാണ്, സംസാരിക്കുമ്പോൾ മറ്റൊരു ഭാഗം, ഓർമ്മകൾ, വികാരങ്ങൾ, എല്ലാത്തിനും പ്രത്യേക ഭാഗങ്ങളുണ്ട്. ഇവയെല്ലാം അവസരമനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷേ എല്ലാം ഒരേ സമയം പ്രവർത്തിച്ചാലോ? നമ്മുടെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെയാണ്. കോടിക്കണക്കിന് ന്യൂറോൺസ് കോശങ്ങളാണ് നമ്മുടെ തലച്ചോറിനകത്തുള്ളത്. ഇത് തമ്മിൽ പരസ്പരം ഇലക്ട്രിക്കൽ സിഗ്നൽസ് കൈമാറുകയും അതിലൂടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നു. ഈ സിഗ്നൽ വഴിയാണ് ബ്രെയിൻ നമ്മെ കൺട്രോൾ ചെയ്യുന്നത്. സ്മൂത്തായിട്ടുള്ള നോർമലായിട്ടുള്ള സിഗ്നൽസിന് പകരം ബ്രെയിൻ കുറേയധികം സിഗ്നൽസ് വളരെ വേഗത്തിൽ വളരെ ചെറിയൊരു സമയം കൊണ്ട് സെൻഡ് ചെയ്താലോ? ഇത് ബ്രെയിനിനെ ഓവർലോഡാക്കും, ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ. ഇങ്ങനെ സംഭവിക്കുന്നത് സീഷർ എന്നാണ് അറിയപ്പെടുന്നത്. തുടർച്ചയായ സീഷറുകൾ ഉണ്ടായാൽ അപസ്മാരം ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ശരിക്കും തലച്ചോറെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ നിയന്ത്രിതമായി എന്ന് മാത്രം. കൂടുതൽ സയൻസ് ഫാക്റ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.